എല്ലാവർക്കും ജിഗ്ഗോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്കൊരു അവിയൽ തട്ടിക്കൂട്ടാം. എൻ്റെ ഒരു സ്പെഷ്യൽ പെട്ടെന്നുള്ളൊരു അവിയലാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പയറൊക്കെ നമ്മുടെ വീട്ടിലെ പയറാണ്, അതെല്ലാം ഒന്ന് ഇതേപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ബീൻസ് നമുക്കിതുപോലെ തന്നെ എടുക്കണം. പയറ്, ബീൻസ്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അവിയലാണ് കേട്ടോ അതൊക്കെ. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. അല്ല ഇന്ന കഷ്ണം വേണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബീൻസും കൂടെ ഇതിലേക്ക് അരിഞ്ഞിടാം. എൻ്റെ മോൻ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. തേങ്ങ പൊട്ടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ കുറേ പൊട്ടിക്കുമ്പോൾ തന്നെ അത് പൊട്ടും. പേടിയാണ്, കയ്യിൽ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് അവന് പേടിയാണ്. അതുകൊണ്ട് ടപ്പേന്ന് കൊട്ടി പൊട്ടിക്കും. കാരണം എന്തിനാണെന്നറിയോ? തേങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളം കളയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുടിക്കുമല്ലോ. അപ്പോൾ തേങ്ങാവെള്ളത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് പൊട്ടിക്കുന്നത്. പിന്നെ മോൻ എൻ്റെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. തേങ്ങയൊക്കെ പൊട്ടിച്ച് തരും, തേങ്ങ ചിരകി തരും. അങ്ങനെ അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം അവിയലിന് പറ്റിയ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ അതുപോലെ എല്ലാം കൂടെ ഇട്ട് ഒരു അവിയൽ പരുവം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതും നമ്മൾ കുഴിച്ചിട്ട വഴുതനങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ അതിൽ പുഴുവൊന്നുമില്ല. നമ്മളതിൽ ചാരവും പിന്നെ കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. ഇനി അടുത്തത് ക്യാരറ്റും അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ അവിയൽ പരുവത്തിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. തേങ്ങ ഇരണ്ടെന്ന് വെച്ചാട്ടോ. എൻ്റെ മാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണത്. എല്ലാ കുട്ടികളും ഇതുപോലെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അമ്മമാർക്കൊക്കെ, പെൺകുട്ടികളില്ലാത്തവരൊക്കെ. കാരണം അവർക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് എല്ലാവരും അമ്മമാരെ ഹെൽപ്പ് ചെയ്യുക. അതിനൊരു നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് വെള്ളരിക്ക നമ്മളിതുപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. കാണുന്നുണ്ടോ? ഞങ്ങളിപ്പം നേരത്തെ തന്നെ ഊണൊക്കെ കഴിക്കും. രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഞങ്ങൾ മറ്റേ റാഗിപ്പൊടിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഏറ്റവും നല്ല. അപ്പോൾ ഉച്ചയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കുകയും ചെയ്യും. വെള്ളരിക്ക അരിഞ്ഞിട്ടു, വഴുതനങ്ങ അരിഞ്ഞിട്ടു. ഇനി നമുക്ക് വേണ്ടത് ചേനയാണ്. ചേനയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതൊന്ന് മുറിച്ചെടുക്കണം, ഭയങ്കര കട്ടിയാണ്. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ ചേനയാണ് കേട്ടോ. എല്ലാം മിക്കതും നമ്മുടെ വീട്ടിലെയാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ചേന ചൊറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഗ്ലൗസ് ഒന്നും ഇടുന്നില്ല. ഗ്ലൗസ് ഇട്ടാൽ കുറച്ചും കൂടി കൈ ചൊറിയില്ലേ എല്ലാവർക്കും? മിക്കവർക്കും കൈ ചൊറിയും ചേനയൊക്കെ, ചിലർക്ക് ചൊറിയില്ല കേട്ടോ. എന്നാലും ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ചേനയാണത്. എന്താ ഇതും 1 ഇഞ്ച് വലിപ്പത്തിൽ പെട്ടെന്ന് വേവുന്ന ചേനയാണ്. തേങ്ങ ചിരണ്ടുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോൻ തേങ്ങ ചിരണ്ടുന്നതാണ്. ഇത്രയും തേങ്ങ ആണ്. നല്ല കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ അമ്മമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലേ? എല്ലാ കുട്ടികളും ഇത് കണ്ട് പഠിച്ചോളൂ കേട്ടോ. ഒരു നാണക്കേടും വിചാരിക്കേണ്ട, അഭിമാനമാണ്. അപ്പം അടുത്ത് നമ്മുടെ ചേനക്കുട്ടനെ നമ്മൾ മുറിച്ചിട്ടു. അപ്പം ഇതുപോലെ നമുക്കൊരു അടിപൊളി അവിയൽ, എല്ലാം കൂടി അവിയൽ പരുവെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്കെല്ലാം കിട്ടും. വിറ്റാമിൻസ് എല്ലാം കിട്ടും. പച്ചക്കറിയുടെ എല്ലാം നമ്മൾ ഇടുന്നുണ്ടല്ലോ. മസാലകളൊന്നും ചേർക്കുന്നില്ല.
കഴിയുന്നതും മസാലയൊക്കെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. കാരണം ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. എല്ലാവർക്കും ഗ്യാസ്, അങ്ങനെയുള്ള അസിഡിറ്റികൾ, എരിവ് കൂട്ടിയാലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും മസാലകൾ ഒഴിവാക്കുക. ഇടയ്ക്കൊക്കെ കഴിച്ചാൽ മതി, ഇടയ്ക്കൊരു ആഴ്ചയിലൊരിക്കലൊക്കെ. അങ്ങനെയൊക്കെ എല്ലാവരും ശരീരം നോക്കുക. ഇപ്പം നമ്മൾ എന്ത് കഴിച്ചാലും പ്രശ്നങ്ങളാണ് വയറിന്. എല്ലാവർക്കും മിക്കവാറും ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം പിന്നെ പറയുകയും വേണ്ട. എല്ലാവർക്കും മുട്ടിന് വേദന, കൈവേദന, ചോദിക്കുന്നവരോട് എല്ലാവരോടും ചോദിക്കുക സുഖമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അയ്യോ വയ്യ, കൈവേദന, കാലുവേദന എന്ന് വേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടാത്ത ഭക്ഷണം എല്ലാം കൂടെ കഴിച്ചാൽ അതും പ്രശ്നമാകും. അതുകൊണ്ട് ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തുക. അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം അതിൽ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചേന, പയർ, ബീൻസ്, വഴുതനങ്ങ, വെള്ളരിക്ക ഇതെല്ലാം നമ്മൾ അരിഞ്ഞിട്ടു. ഇനി നമുക്ക് ചേർക്കേണ്ട ഇനിയുണ്ട് കേട്ടോ. ക്യാരറ്റ് അരിഞ്ഞല്ലോ, ആ ക്യാരറ്റും അരിഞ്ഞു. ഇനി നമുക്ക് കായ ഇടാം. കായ സാധാരണ ഏത്തക്കയല്ലേ നമ്മളിടുന്നത്. ഇപ്പം ഞാനിതിലിടുന്നത് ചെറിയതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കയ്യൊന്ന് മുറിഞ്ഞു വാഴയ്ക്ക എടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് അപ്പോൾ വാഴയ്ക്ക ഇതും കൂടി നമുക്ക് അരിഞ്ഞിടാം. നമുക്കിപ്പോൾ അവിയലിന് ഇന്ന നേന്ത്രക്കായ തന്നെ വേണമെന്നൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കിടാം. അപ്പോൾ അതുകൂടി നമുക്ക് ചേർക്കാം. കൈ മുറിഞ്ഞതുകൊണ്ട് ചെറിയൊരു നീറ്റലുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ആ പഴയ ഗ്ലൗസ് എടുത്തിട്ടാണ് അതിലിടുക. എന്നിട്ട് നമുക്ക് അരിയാം. ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അയ്യോ നീറുന്നുണ്ട്. സാരമില്ല. നമ്മുടെ അമ്മമാരൊക്കെ എത്ര കൈ മുറിഞ്ഞിട്ടൊക്കെയാണ് നമുക്കൊക്കെ ഓരോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നല്ലേ. അവർ മുറിഞ്ഞെന്ന് പോലും പറയില്ല, അറിയില്ല. മക്കളായ നമ്മളൊന്നും അറിയുക പോലുമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ വളർത്തിയത്. നമ്മളത് ഫോളോ ചെയ്യുക. അപ്പം ഞാൻ ഒരു ചെറിയ തോർത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കയ്യിലൊക്കെ കെട്ടിയിട്ടോ. നല്ല നീറ്റലുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തി ആയതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി. നിങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? ഉച്ചയ്ക്കത്തെ തിരക്കിലാണോ? എല്ലാ വീട്ടമ്മമാരും ഇപ്പം നല്ല തിരക്കാവും. കാരണം ഈ സമയത്ത് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ആലോചനയായിരിക്കും അല്ലേ. എത്രണ്ണം ചേരണ്ടി? രണ്ടെണ്ണോ? അതും കൂടെ വേണം ചേരണ്ടി കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് കിട്ടിയത്. ശനിയാഴ്ചയല്ലേ മക്കളെ കിട്ടുള്ളൂ. അവർക്ക് ക്ലാസ് ഇല്ലല്ലോ ശനിയാഴ്ച. അപ്പോൾ ഇതുപോലെ ശനിയാഴ്ച ദിവസമൊക്കെ ഉണ്ടെങ്കിൽ അല്ലാത്ത ദിവസം എല്ലാം വീട്ടമ്മമാരെല്ലാവരും അമ്മമാരും മക്കൾക്കെല്ലാം രാവിലെ ഉണ്ടാക്കി അവരെ സ്കൂളിൽ വിട്ടു, കോളേജിൽ വിട്ടു, അല്ലെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ തിരക്കോട് തിരക്കായിരിക്കും. ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് പോലും ആരും അന്വേഷിക്കുന്നുണ്ടാവില്ല. ചിലരൊക്കെ കേട്ടോ ശനിയാഴ്ച ദിവസമൊക്കെ മക്കൾ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ അമ്മമാരെയൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഹെൽപ്പാവും. ഭാവിയിൽ നിങ്ങൾക്കും ഒരു ഹെൽപ്പാവും. നിങ്ങൾക്കും അതൊരു മുതൽക്കൂട്ടാവും. പാചകമൊക്കെ പഠിക്കാം. പെട്ടെന്ന് ബാച്ചിലറായിട്ട് ജീവിക്കണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ അമ്മമാരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഹെൽപ്പാണ്. നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ പാചകത്തിനോട് അത്ര വലിയ താല്പര്യമില്ല. അവർ ഫുൾ ടൈം ബിസിയല്ലേ. രാവിലെ മൊബൈലുമായിട്ടിരിക്കും ചിലർ കേട്ടോ, എല്ലാവരും ഇല്ല. പിന്നെ മൊബൈലാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് മിക്ക പിള്ളേർക്കും പാചകമൊന്നും അറിയില്ല. അവരൊക്കെ പാചകം അറിയുന്നത് അവർക്ക് അവരെ വിവാഹമൊക്കെ കഴിച്ചു വിടുമ്പോഴാണ് അവർ പാചകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മക്കൾ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പാചകമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചോളൂ. അപ്പോൾ പിന്നെ ഇതാ ഈ അവിയലുണ്ടല്ലോ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമ്മളെല്ലാ കൂട്ടവും ഇടുന്നുണ്ട്. ഇനിയും പച്ചക്കറി ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത്രയും മതി. കാരണം നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നല്ലതാണെങ്കിൽ നമ്മളത് മറ്റുള്ളവരും കൂടെ അത് കഴിക്കണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ.
നല്ലത്. ഇപ്പം നമ്മൾ തയ്യാറാക്കിയത് വേറൊരാൾ കഴിച്ചിട്ട് അയ്യോ നല്ലതാണ് കേട്ടോ, അത് നല്ല കറിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. നമ്മൾ തേങ്ങ ചരണ്ടി മടുത്തു എന്ന് തോന്നുന്നു. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ അതാ ഇത്ര അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കണ്ടോ, ഇത്രയുണ്ട്. നോക്കൂ, സുഖമായിട്ട് നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ കഴിക്കാനുള്ളതുണ്ട്. ഇനിയും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിലത് കൂടിപ്പോവും. ഇനി നമുക്കൊരു സാധനം കൂടെ ചേർക്കണേ. ഉരുളക്കിഴങ്ങ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ചെറിയൊരു കൊഴുപ്പൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് മുളച്ചത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, അത് കുറേ അങ്ങോട്ട് ചെത്തി കളഞ്ഞാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. കളയാൻ തോന്നില്ല. പലരും പല രൂപത്തിലല്ലേ പറയുന്നത്, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്തൊക്കെ ചേർത്തു, എത്ര ഐറ്റംസ് ചേർത്തു എന്ന് ആലോചിച്ച് നോക്കുക. ബീൻസ് ചേർത്തു, പയർ ചേർത്തു, ക്യാരറ്റ് ചേർത്തു, വഴുതനങ്ങ ചേർത്തു, വെള്ളരിക്ക ചേർത്തു, പച്ചക്കായ ചേർത്തു, ചേന ചേർത്തു അല്ലേ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? കിഴങ്ങും ചേർത്തു. തൽക്കാലം ഇത്രയും മതി. ഇതും കൊണ്ട് നമുക്കൊരു അടിപൊളി അവിയൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിനി അവിയൽ തയ്യാറാക്കിയെടുക്കാം. ഒരു കുക്കറിലാണ് ഞാൻ അവിയൽ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം, പച്ചക്കറി എല്ലാം. ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി. അവിയൽ അരിയേണ്ട താമസം മാത്രമേ ഉള്ളൂ, അവിയൽ റെഡി. എല്ലാ കൂട്ടവും ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവിയലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കറികൾ അധികം കഴിക്കുക കേട്ടോ. നമ്മൾ ചോറ് അല്പം കഴിക്കുക, കറികൾ കൂടുതൽ കഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. എപ്പോഴും അവിയലിന് കുറച്ച് മഞ്ഞൾ അധികം വേണം. നല്ല മഞ്ഞ കളറാണ്. മഞ്ഞളും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാം ഉണ്ടാക്കി ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞളാണ്. അതുകൊണ്ടെല്ലാം നല്ല ഫ്രഷാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളമാണ് കേട്ടോ, എന്ന് വെച്ചാൽ കല്ലുപ്പില്ല, കല്ലുപ്പ് കലക്കിയ വെള്ളമാണ്. അതതിനകത്ത് ഇട്ടേര്, അതിൽ തന്നെ ഇട്ടേര്, ഞാൻ എടുത്തോളാം. ഇനി നമുക്ക് കല്ലുപ്പ് കലക്കിയ വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേറെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഈ ആവിയിൽ തന്നെ നമുക്ക് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഇതിലേക്ക് അരയ്ക്കുന്ന അരപ്പിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ. അത് നമുക്ക് ഏതായാലും ഇതൊന്ന് ഒരു അടിച്ചിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു വിസിലടിക്കുമ്പോൾ നമുക്കിത് വാങ്ങാം. ഇനി നമുക്കതിന് വേണ്ട അരപ്പോടി നമുക്ക് കൈയോടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. എല്ലാം കൈപ്പണിയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പം നമ്മുടെ അവിയലിൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ കേട്ടല്ലോ. അപ്പം നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം
മഞ്ഞൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തിരിക്കും അരയ്ക്കുമ്പോൾ. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് കാന്താരിമുളകാണ്. കാന്താരിമുളക്, പഴുത്ത കാന്താരിമുളക് പൊടിച്ചെടുത്താണ്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരല്പം നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് നമ്മൾ 2 പച്ചമുളകല്ലേ ഇട്ട് കൊടുത്തത്, അതിന് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് എല്ലാത്തിനും. എരിവില്ലെങ്കിൽ ഇതൊരല്പം ഇട്ട് കൊടുത്താൽ മതി. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വെളുത്തുള്ളി ഞാനൊന്ന് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലെ എയറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഞാനിതിൻ്റെ കൂടെ വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. നമുക്കിതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇതുപോലുള്ള തവിയുടെ ഈ ഭാഗം കൊണ്ട് വേണം നമുക്കെപ്പോഴും അവിയൽ ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം അരപ്പിട്ടത് കൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുക, ഒരുപാട് അങ്ങ് ചൂടാക്കണ്ട. അങ്ങനെയാണ് ഈ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിക്ക് പകരം കുറച്ച് തൈരാണ് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് തൈര് ഒഴിക്കരുത്. ഇത്രയും എന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ മാത്രമേ നമ്മൾ തൈര് ഒഴിക്കുന്നുള്ളൂ. ഇതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നല്ല വെളിച്ചെണ്ണ, തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളതാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ നമുക്ക് 1 സ്പൂണോ 2 സ്പൂണോ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിനകത്ത് കുറച്ച് അധികം വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഏത് വേണേലും, വെണ്ടയ്ക്ക ഒഴിച്ചിട്ട് വേറെ എന്ത് വേണേലും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇടുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ നന്നായിട്ടുണ്ടാവും. എപ്പോഴും കറിവേപ്പില അങ്ങനെ ഒന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, കണ്ടോ? അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല നമ്മുടെ അവിയൽ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമുക്ക് സമയം ലാഭിക്കാം, എല്ലാം നമുക്ക് ലാഭിക്കാം കേട്ടോ. ഇതാ നല്ല സൂപ്പർ അവിയലാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.